താൻ എന്നാ പോഴനാടോ വക്കച്ച? അതേ വെച്ചാൽ ഞാൻ പോഴന. അതുകൊണ്ടാണ് ഈ പാമ്പ് പോലെ മോതയ്ക്ക് വെച്ച് കെട്ടി ഈ പച്ചപ്പാതിരക്ക് 15 അടിയിലേക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. നീ എന്നാ പോലൊക്കെയായി പറയുന്നു? നിന്റെ തലയിലെങ്ങാനും ചക്ക വീണായിരുന്നു? ഉണ്ടാ അച്ഛോ, പെരുന്നാളിന് നാളെ കൊടിയേറും. എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരുപാട് ആൾക്കാർ കുത്തിയൊളിച്ചിക്ക് വരികയും ചെയ്യും. അവർ പെരുന്നാളും കൂടി നേർച്ച ഇടും, ഇഷ്ടം പോലെ കാശ് തരുവാക്കുകയും ചെയ്യും. കാശിൻ്റെ വരവ് കാണുമ്പോൾ അച്ഛന് സന്തോഷം, പെരുന്നാൾ കൂടിയതിൻ്റെ വകയിൽ ആൾക്കാർക്കും സന്തോഷം. ഈ മുടിഞ്ഞ കാശിന് പെരുന്നാൾ കട ലേലം എടുത്ത് നടത്തുന്നത് ഞാൻ മാത്രം. വക്കച്ച സോറി അച്ഛാ, അച്ഛനക്ക് വന്നേ. അച്ഛനറിയാലോ, ഈ പെരുന്നാൾ കൂടാനും കഴിഞ്ഞ് ഭാരതത്തുകാർ ആദ്യത്തെ അടി അടിക്കുമ്പോൾ ആ ജോസ് വന്ന് അടിപിടി തുടങ്ങും. അവൻ അടി തുടങ്ങിയ പിന്നെ അതിൻ്റെ ടർബോ എഞ്ചിൻ ഫിറ്റ് ചെയ്ത പോലെയാണ് പിള്ളേർ പറയുന്നത്. ഇവൻ്റെ അടിപിടിയും കണ്ടുകൊണ്ട് നാട്ടുകാർ നാടുകൾ മുഴുവൻ ഇളിച്ചുകൊണ്ട് നോക്കി നിൽക്കും. ഇതിനൊരു ആന കരിമ്പങ്കാട്ടി കയറിയ പോലെ മിനിമം ആയിട്ട് 4-5 കടയിലും അവൻ തള്ളി പൊളിക്കും. കൊടുക്കുക എല്ലാ അംഗവും കഴിഞ്ഞ് പെരുന്നാൾ കൊടി ഇറങ്ങുമ്പോൾ കടയും കുടവും കമ്പിക്കാലും ഒക്കെ ആയിട്ട് അവൻ തല്ലി പൊളിച്ച പകരം എനിക്ക് മിനിമം 4-5 ലക്ഷം രൂപ നഷ്ടം. മടുത്തു. ലാഭത്തിൽ നഷ്ടമെന്ന് പറ വക്കച്ച. എന്നെ കൊണ്ട് പറയരുത് വക്കച്ച. ഈ തവണ അവൻ്റെ അടിപിടി പറ്റത്തില്ല വെച്ചോ. ഈ പെരുന്നാൾ തീരുന്നവരെ അവൻ ഇടുക്കിയിലെ കാണാൻ പാടില്ല. റെഡ് അലർട്ട്. അതെങ്ങനെ വക്കച്ച? ആകാശം ഇടിഞ്ഞു വീണാലും ജോസ് എടവപ്പള്ളിയിലെ പെരുന്നാൾ കൂടാതെ എങ്ങും പോകുകയല്ല. ഓ, അവനെ 3-4 ദിവസം നമ്മൾ കൊടൈക്കനാൽ ടൂർ വിടും. അല്ല, നമ്മൾ അതിനുള്ള മുഴുവൻ ചെലവും വക്കച്ചന് സ്വന്തം പോക്കറ്റിൽ നിന്ന് വഹിക്കും. അച്ഛൻ അവനെ കൊണ്ട് ഇതൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് തന്നാൽ മതി. നല്ല ചേലായി. വക്കച്ചൻ തന്നെ നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങനൊരു കാര്യം ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു എന്ന് അറിഞ്ഞാൽ തന്നെ അവൻ എൻ്റെ ജീപ്പ് കയറ്റി കൊല്ലും. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചുറ്റുവാക്കിൽ ഈ പാമ്പ് തല കയറ്റി കൂടി ഇങ്ങോട്ട് വന്നത്. അച്ഛന് പറയാൻ പറ്റിയാണേ പറ, ഇല്ലേ വിട്ടാക്കെ ഞാൻ പറയിക്കേണ്ടവരെ കൊണ്ട് പറയിപ്പിച്ചോളാം. അവൻ ഈ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് അവൻ്റെ തള്ളെ മാത്രമാണ്. റോസക്കുട്ടിച്ചേട്ടത്തി എങ്ങാനും ചോദിച്ചാൽ പൊതുയോഗത്തിൻ്റെ തീരുമാനമാണെന്ന് പറയാല്ലേ? മതി, അത് മാത്രം ചെയ്താൽ മതി. ഇനി എന്നാച്ചോ ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്നെങ്ങാനും ജോസ് അറിഞ്ഞ ഇനി കക്കൂസ് പോകുമ്പോൾ കൂടി ലോകം ഇട്ടുകൊണ്ട് പോകേണ്ടി വരുമല്ലോ ഭർത്താവേ. എന്നാത്തിനാ? ഇല്ലെങ്കിൽ ഞാൻ ലോകം ഇരുന്ന ഗ്യാപ്പ് നോക്കി അവ എന്നെ ഇടിച്ചാലോ? ഒരു ടെക്നോളജി ഇപ്പോഴോ ചെവി കുന്ത്രാണ്ടം വെച്ചോണ്ട് അതാ. ആ ബക്കറ്റിനാന്നോ? കൂടെ കൈക്കാരനുണ്ടല്ലോ. എന്നാടാ പെലകാലെ പൊന്തക്കാട്ടില് വിളിക്കേക്ക് വന്നോ? ഒന്നിച്ചിരുന്നാണോ? എന്നതാടാ ബക്കറ്റ? ജോസ് ഉണ്ടല്ലേ? ആ ഉറക്കവാ. വെളുപ്പാങ്കാലത്തെ കണ്ട വന്ന് കിടന്ന്. ഉറങ്ങിക്കോട്ടെ. ഞങ്ങളുടെ അത്യാവശ്യ കാര്യം പറയാനാ വന്നത്. റോസം കൂടി ചേർത്ത് ഞങ്ങളെ സഹായിക്കണം. നിന്ന് കുടിയാണ്ട് വന്ന കാര്യം പറയട ബക്കറ്റ. ഞങ്ങൾ ഈ കാര്യം എങ്ങാനും വീട്ടിൽ വന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒടുവിൽ തുപ്പറച്ചുമ്പോൾ കൈക്കൊണ്ടാൽ മതി. അതുകൊണ്ടാണ് ചേട്ടത്തെ കാണാൻ ഞങ്ങൾ ഈ പൊന്തക്കാട്ടി വന്ന് വിളിച്ചിരുന്നത്. ചേട്ടത്ത് ഞങ്ങളോടൊന്ന് കനിയണം. വികാരി അച്ഛനും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. എടാ, നിന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്? ചിലർ ജോസൂട്ടിന്ന് വിളിക്കും, ചിലർ ജോസേട്ടായിന്ന് വിളിക്കും. എന്നാ ജോസാടാ? ടർബോ ജോസ്. നിന്റെ അപ്പനെ എന്നതാ നാട്ടുകാർ വിളിച്ചോണ്ടിരുന്നത്? പുണ്യാളം തന്നെ അച്ഛൻ. ആ അതാ. എന്റെ പൊന്നമ്മച്ചിയല്ലേ, ഞാൻ ഈ പെരുന്നാൾ തല്ലുണ്ടാക്കത്തേ ഉണ്ടായിരിക്കടാ. ജോസേട്ടായി, ഇതല്ലേ ജോസേട്ടായി ബാഗ് ആയിട്ട് 2 ദിവസം അങ്ങ് താമസിച്ച് പെരുന്നാൾ കൂടാനുള്ള പരിപാടിയാണോ? അവൻ ഇപ്രാവശ്യം പെരുന്നാൾ കൂടുന്നില്ല. അയ്യോ, അതെന്നാ പറ്റി? ജോസേട്ടാ ഇല്ലാതെ പിന്നെ എന്നാ പെരുന്നാളാ? അതെ, അങ്ങോട്ട് മാറിക്കടാ. എന്നാടാ ജെറി, ഈ വർഗീസ് പുണ്യാളിന്റെ അല്ലേ പെരുന്നാള്? അല്ലാതെ ജോസൂട്ടിയുടെ ഒന്നും അല്ലല്ലോ. അങ്ങോട്ട് മാറിയിരിക്കടാ കൊച്ചെ. ജോസേ, ഇവിടുന്ന് നേരെ കവല. അവിടെ ചെന്ന് 3-6 ബസ്സേ കയറിക്കോണം. അടുത്ത ബസ് പിടിച്ച് കൊടൈക്കനാല്. അവിടെ 2 ദിവസം ചുറ്റിക്കറങ്ങി കണ്ടേച്ച് 3-ാം ദിവസം ഇവിടെ എത്തിയാൽ മതി. ആ കാശ് ഞാൻ നിന്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. മച്ചി, ഞാൻ നമ്മുടെ സെമിത്തേരിയുടെ അടുത്തുള്ള ആ 5 മരത്തെ കയറിയെന്ന് പെരുന്നാൾ കണ്ടോളാം. താഴെ ഇറങ്ങത്തേ. അങ്ങനെ എങ്ങാനും നീ ചെയ്താ പിന്നെ കാലാകാലം നീ താഴേക്ക് ഇറങ്ങത്തില്ല. ഫുൾ ടൈം ഏറെ തന്നെ ആയിരിക്കും. അതെ അമ്മച്ചി, ജോസേട്ടാ അങ്ങനെ മനഃപൂർവ്വം തല്ലുണ്ടാക്കുന്നതല്ല, ചില സാഹചര്യങ്ങളിൽ അങ്ങനെ. അത്തരം കാര്യങ്ങളൊക്കെ അവൻ കൊടൈക്കനാലിൽ പോയി വന്നേച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സീ യു മൈ സൺ. വണ്ടി എടുക്കടാ.
മൂന്നാറിലേക്കാണോ? അതെ. ചുമ്മാ അങ്ങ് പോകുവാന്നോ? എനിക്കറിയാൻ മേല. ചേട്ടൻ വേണമെങ്കിൽ എന്നെ തള്ളയെ വിളിച്ചു പോയി. എന്നെ എന്നാ കഴിവേറ്റാനാ മൂന്നാറിലോട്ട് കെട്ടിയെടുക്കണം. ഗുരുമാരെ നനഞ്ഞ പള്ളിപ്പെരുന്നാളായി പോയി. ഇവിടുത്തെ നാട്ടിൽ വന്നെ ജോസറായിട്ട് ഇടി കാണാനായിട്ടാ. എൻ്റെ അനൂപേ, ജോസേട്ടായിക്കുള്ള ഇടി ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും വണ്ടി പിടിച്ച് വന്നിരിക്കും. കർത്താവേ, അരുവാൾ സാബും കൂട്ടരല്ലേ പോയത്? കഴിഞ്ഞ വർഷത്തെ കണക്ക് തീർക്കാനായിരിക്കും. എങ്ങനെ തീർക്കാനാ? ജോസ് ഇപ്പൊ ബസ് കയറി അങ്ങോട്ടൊക്കെ പോയതേ ഉള്ളൂ. ജോസ് ഇല്ലാതെ സാബു മാത്രം അങ്ങോട്ട് പോയിട്ട് എന്നാ കാണിക്കാൻ? അതല്ല ഞാൻ ഓർക്കുന്നത്. ചേട്ടാ കടി എന്തെങ്കിലും എടുക്ക്. എന്നാച്ചോ കുറച്ച് വെള്ളരിപ്രാവുകളുണ്ടായിരുന്ന പറത്തി വിടായിരുന്നു അല്ലേ അച്ചോ? അതെന്നാത്തിനാ? അല്ല, എത്ര സമാധാനപൂർണമായ പെരുന്നാളാ. എല്ലാ കൊല്ലം ആ ജോസ് സാഹിബ്മാരെ കുന്നുമലയും കെട്ടുന്ന ജീപ്പുമായിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് വട്ടം കിറക്കലായി, അരപ്പിക്കലായി, അടി പിടിയും എന്തൊക്കെ അഭ്യാസങ്ങളായിരുന്നു. ഈ സായിപ്പന്മാരും ടൂറിസ്റ്റുകളെയൊക്കെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത് അവന്റെ തൊഴിലായതുകൊണ്ടല്ലയോ വക്കച്ച? തൊഴില് ചുമ്മാ ജീപ്പ് ഷോ. അവൻ റബ്ബർ പെട്ട് വീട്ടിലെങ്ങനെ ഇരുന്നാ പോരെ. ഒരു സേഫ്റ്റിക്ക്. മോനെ അരിവാളെ വരുന്നുണ്ട്.
എന്നെപ്പോലെ തന്നെ ഒരു വാപോയ അരുവോളമാണല്ലോടാ സാബു നിന്റെ കയ്യിൽ. ഇത്തവണ തീരൂടാ നിനക്ക് പണി. പോകല്ലേ വക്കച്ച. എടി ജോസൂട്ടി, നിക്കടാ അവിടെ. ഇവിടെ വാടാ. അവനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. ജോസൂട്ടി, എന്റെ പൊന്നു ചേട്ടത്തെ ഒന്ന് മാറിക്കുക, അല്ലെങ്കിൽ തള്ള എന്നെ കൊല്ലും.